അങ്ങനെ കഴിഞ്ഞ മാസം ഞാനും ടോപ്പ് ജിയും പിന്നെ മുസ്തഫ നമ്മൾ മൂന്നുപേരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അങ്ങനെ ട്രിപ്പ് ദിവസമായപ്പോൾ മുസ്തഫ നമ്മളെ ഒറ്റി നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റിയില്ല. അങ്ങനെ മുസ്തഫ പറഞ്ഞാൽ ഈ അടുത്ത ആഴ്ച എന്തായാലും നടക്കും ട്രിപ്പ് പോവാം. ആ സമയത്താണ് ടോപ്പ് ജിയുടെ ഗേൾ ഫ്രണ്ട് പറയുന്നത് അടുത്ത ആഴ്ച വാഗമൺ അവൾ ട്രിപ്പ് പോകുന്നുണ്ട്, കോളേജ് ട്രിപ്പ്. അങ്ങനെ നമ്മൾ ചോദിച്ചാൽ എന്നാൽ ഇവൻ പറഞ്ഞ് ടോപ്പ് ജി പറഞ്ഞ് എന്നാൽ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി നമുക്ക് വാഗമൺ പോവാം. അപ്പോൾ അവന് എന്തെങ്കിലും ഒരു മിഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മുടെ പുതിയ മിഷൻ. എന്തായാലും മറ്റേ മുമ്പത്തെ ട്രിപ്പ് ക്യാൻസലായി. മുസ്താഫ പറഞ്ഞു ആ ഓക്കെ, കാർ ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസമായി, ആ ട്രിപ്പ് ദിവസമായപ്പം നമുക്കറിയാലോ മുസ്തഫ വീണ്ടും ടോപ്പ് ജിയെ ഒറ്റി. അങ്ങനെ ടോപ്പ് ജി പിന്നെ ഈഗോ കാരണം പറഞ്ഞ് എന്തായാലും എന്തായാലും നാളത്തെ ട്രിപ്പ് പോയേ പറ്റൂ, എന്തെന്നാ കാറ് റെൻ്റ് എടുക്കാം. അങ്ങനെ കാർ റെൻ്റ് എടുക്കാം, പക്ഷേ നമുക്ക് ഒരാളും കൂടെ വേണം. അങ്ങനെ നമ്മൾ ആലോചിക്കണം ആരെ കൊണ്ടുവരുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുപാട് പേരെ നമ്മൾ പറഞ്ഞു, അമല്. അങ്ങനെ അതുവരൊന്നും നടന്നില്ല, ഇവന്മാരൊന്നും എന്തായാലും വരത്തില്ല. അവരൊക്കെ കോളേജിൽ കാണുന്ന ബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വിചാരിച്ച് ഇതിന് പറ്റിയ ഒരുത്തന്നെ ഉള്ളു, കാർ 360 ഡിഗ്രി കറക്കിയ മിസ്റ്റർ റൊമാൻസ്. അങ്ങനെ നമ്മൾ മിസ്റ്റർ റൊമാൻസിനെ ട്രിപ്പിന് വിളിച്ചു. അങ്ങനെ ട്രിപ്പിൻ്റെ ദിവസം എത്തി. എൻ്റെ അടുത്ത് പാരിപ്പള്ളിയിൽ എവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ പറഞ്ഞ് അവന്മാർ വന്ന് എന്നെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. 40 മിനിറ്റ് ആയി, എന്നിട്ട് ഇവന്മാർ വന്നില്ല. ഇവന്മാർ എവിടെടാ? ഇപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ അവന്മാർ പറയുക അവന്മാർ ഇപ്പം ഗൂഗിൾ പേ പോലും വർക്ക് ആവാതെ അവിടെ എന്തോ പോസ്റ്റ് അടിച്ച് നിൽക്കുവാണെന്ന്. ടോപ്പ് ജി ആണെങ്കിൽ ഫുൾ ക്യാഷ് $1 മില്യൺ എടുത്ത് എറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം, പക്ഷേ ഗൂഗിൾ പേ വർക്ക് ആവണില്ല. പോകും തോറും നമ്മൾ മിസ്റ്റർ റൊമാൻസ് കാരണം ട്രിപ്പ് ഭയങ്കര മൂഡ്. നമ്മൾ മുസ്തഫേനെ വിളിച്ചുകൊണ്ട് വരുന്നെങ്കിൽ ട്രിപ്പ് മയ്യത്തായിരുന്നേനെ, മയ്യത്ത് പോലെ മയ്യത്ത് കടം പോലത്തെ ട്രിപ്പായിരുന്നു. പക്ഷേ മിസ്റ്റർ റൊമാൻസ് ഉള്ളതുകൊണ്ടാണ് ആ ട്രിപ്പ് മൊത്തത്തിൽ നടന്നത്. അങ്ങനെ നമ്മൾ വാഗമൺ എത്തി. ടോപ്പിയുടെ ഗേൾ ഫ്രണ്ട് വാട്സപ്പ് ലൈവ് ലൊക്കേഷൻ അയച്ച് അങ്ങനെ നമ്മൾ അവളെ കാണാൻ വേണ്ടി പോവാണ്. പക്ഷേ വാട്സപ്പ് ലൈവ് ലൊക്കേഷൻ പിന്നെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാണ് ഇവള് വേറെ ഏതായിരിക്കും, നമ്മൾ വേറെ ഏതായിരിക്കും. അങ്ങനെ പിന്നെ അങ്ങനെ ടോപ്പ് ജി പറഞ്ഞ് എന്തോ ഗേൾ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ് നിങ്ങളൊക്കെ താമസിക്കാൻ പോണ ഹോട്ടലിൻ്റെ ലിങ്ക് അയച്ചു തരാം. അങ്ങനെ ടോപ്പ് ജി എന്ത് ചെയ്തു, വിളിച്ച് അവിടെ വിളിച്ച് ഒരു റൂം ഉണ്ടാന്ന് വെച്ചാൽ അവർ പറഞ്ഞ് ഇപ്പം ലാസ്റ്റ് റൂം ഇപ്പം ബുക്ക് ആവും, നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് വന്നു. അങ്ങോട്ട് വന്നപ്പം ടോപ്പ് ജിയുടെ ഔട്ട്ഫിറ്റൊക്കെ കണ്ടിട്ട് അവൾ ടീച്ചേഴ്സ് അവിടെ ഉണ്ട്, അപ്പം അവർക്ക് സസ് അടിച്ചു തുടങ്ങി. പിന്നെ വാഗമൺ ആയാലും കോട്ട് സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകും. ടോപ്പ് ജി ആണെങ്കിൽ ഫുൾ ഫോർമൽ ലുക്കിൽ. അതിനിടെ കൂടെ ഞാനും റൊമാൻസ് തുടങ്ങി, ടീഷർട്ടും സാധാ ട്രൗസറും ഇട്ട് കിടക്കുന്നു. ടോപ്പ് ജി പ്ലാൻ പറഞ്ഞു തുടങ്ങി, നിങ്ങൾ രണ്ടെണ്ണം ഈ റൂമിൽ നിന്ന് ഇറങ്ങണം, അവളെ എനിക്ക് ഈ റൂമിൽ കയറണം, അതാണ് പ്ലാൻ. അപ്പം ഞാൻ മനസ്സിലാവും ഇവ മുസ്തഫേനെയും കാട്ടി വലിയ ഒറ്റുന്ന ഇവനാണ്. അങ്ങനെ ഓക്കെ, മിസ്റ്റർ റൊമാൻസിനാണെങ്കിൽ അപ്പം വീണ്ടും ഇത് കൂടി എന്തെങ്കിലും ഇപ്പോഴാണ് ട്രിപ്പ് വൈബ് ആയത്, എന്തെങ്കിലുമൊക്കെ മിഷൻ ഉണ്ടല്ലേ. അങ്ങനെ മിസ്റ്റർ റൊമാൻസ് ഇതിന് വേണ്ടി ടോപ്പ് ജീനെയും കാട്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ ട്രിപ്പ് എന്നും പറഞ്ഞു വന്നു, ഇനി ഞാൻ ഇതിനൊക്കെ കയറണമല്ലോ. പിന്നെ ബ്രദേഴ്സ് പറഞ്ഞുകൊണ്ട് നമ്മളതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ പ്ലാൻ ഇടാൻ വേണ്ടി പോവാം. അവളുടെ റൂമിൽ നിന്ന് ഇറക്കി നമ്മുടെ റൂമിൽ കൊണ്ടുവന്നു. പക്ഷേ അവളുടെ റൂമിൻ്റെ ഫ്രണ്ട് ഒരു ക്യാമറയുണ്ട്. അപ്പം നമ്മുടെ മിസ്റ്റർ റൊമാൻസ് ഐഡിയ പറഞ്ഞ് നമുക്ക് താഴെ പോയി ക്യാമറ നോക്കാം, നമുക്ക് പോയി ക്യാമറയൊക്കെ ചെക്ക് ചെയ്തത് ഞാൻ ഫുട്ടേജ് ഡിലീറ്റ് ആക്കാം, അങ്ങനെ എന്താ പറയുക. അപ്പോൾ ടോപ്പ് ജി പറഞ്ഞ് വാടച്ചിരി ഇത്തിരി നമുക്ക് ക്യാമറ പൊട്ടിച്ചളയാന്ന്. അപ്പം ഞാൻ പറഞ്ഞ് ഇല്ല വേറെ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കണം. അപ്പം മിസ്റ്റർ റൊമാൻസ് പറഞ്ഞ് എൻ്റെ പേഴ്സ് കളഞ്ഞു പോയെന്ന് വല്ലതും പറയാം എന്ന്, അങ്ങനെ എന്തോ ഒരു ഐഡിയ, എന്താ എന്തോ ലക്കുള്ളതുകൊണ്ട് വർക്കായി. അങ്ങനെ അവൻ അതിനു വേണ്ടി ഇവനും ടോപ്പിച്ചും കൂടെ താഴെ പോയിട്ട് പറഞ്ഞ് നീ ഇവിടെ കൂടെ നടക്കണം, അവിടെ ക്യാമറ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നിന്നെ കാണുവാണെങ്കിൽ നമുക്ക് പ്ലാൻ മാറ്റാം. അങ്ങനെ താഴെ ക്യാമറ നോക്കാൻ വേണ്ടി ഇവന്മാർ പോയി. എന്നിട്ട് അവരടുത്ത് പറഞ്ഞ് എൻ്റെ പേഴ്സ് കാണാനില്ല അങ്ങനെ എന്തൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഇത്തിരി കൂടെ ചെക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇല്ല ക്യാമറ നോക്കണമെന്ന്. അപ്പോൾ അവർക്ക് സസ് അടിച്ചാണ്, പക്ഷേ എന്തോ അവർ നല്ല സ്ത്രീയാണെന്ന് തോന്നുന്നു. അവരായിരുന്നു നമ്മളെയും കാട്ടി സസ്, അവരുടെ ഔട്ട്ഫിറ്റ് ഭയങ്കര സസ്സായിരുന്നു. അങ്ങനെ അവരാണെന്ന് തോന്നുന്നു, അവരവിടെ ജോലി ചെയ്യുന്ന പെണ്ണുപിള്ളയാണെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ അങ്ങനെ അവന്മാർ താഴെ ചെന്ന് ക്യാമറയൊക്കെ ഉണ്ടാകുന്ന നോക്കിയപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഇവിടെ ക്യാമറയൊന്നുമില്ല മോനെ, അത് 10 കിലോമീറ്റർ അകലെയാണ്, അല്ലെങ്കിൽ അയാളെ വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞാൽ അയാൾ ഫുട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മനസ്സിലായി പെട്ടെന്നൊന്നും അവർക്ക് ക്യാമറ ആക്സസ് ഇല്ല. അപ്പോൾ ടോപ്പ് ജിക്കും മിസ്റ്റർ റൊമാൻസിനും പ്ലാൻ ഒന്നും മാറ്റേണ്ട ആവശ്യം വന്നില്ല. അവന്മാർ പറഞ്ഞ് അപ്പം നിങ്ങൾ ഇനി ഇവിടെ ആ ഒരു സെക്കൻഡ് ഫ്ലോറിൽ ഗാർഡ് ചെയ്ത് നിന്നാൽ മതി, ആരെങ്കിലും വരുന്നതെന്നൊക്കെ ഇതാണ് ഒരു ഇത് തന്നാൽ മതിയെന്ന്. പക്ഷേ അവിടെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒരു സാറുണ്ട്, ആ വെളിയിൽ എന്തോ സാറ് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ നമ്മൾ വിചാരിച്ച് ഇനി ഇതുവരെ കോറിഡോർ വഴി പോകാൻ പറ്റത്തില്ല. അപ്പോൾ മിസ്റ്റർ റൊമാൻസിൻ്റെ അടുത്ത മിഷൻ ഇമ്പോസിബിൾ
പ്ലാൻ. അല്ല ഈ ജനലിൽ കൂടെ ഇറങ്ങി നിന്ന് ആ ജനലിന്റെ വിളിമ്പിൽ കൂടെ നടന്ന് വിക്രം കളിച്ച് അപ്പുറത്തെ റൂമിൽ പോയി. അതിന്റെ ഇടയിൽ കൂടെ ഒരു ഫാമിലി റൂമുണ്ട്. ആ റൂം കഴിഞ്ഞ് പോയാലേ ഇവളുടെ റൂമിലെത്തും. ആ റൂം അങ്ങോട്ട് അങ്ങനെ കയറാന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്ലാനൊക്കെ കേട്ട് ടോപ്പ് ജി പറയും, ഓഫ് നീ സീൻ തന്നെ. അങ്ങനെ നമ്മുടെ മിസ്റ്റർ റൊമാൻസിന്റെ ഓറ മാക്സ് ആയി. പിന്നെ മിസ്റ്റർ റൊമാൻസ് പ്ലാൻ പറഞ്ഞ പോലെ ചെയ്ത് കാണിക്കുക. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറി ഇങ്ങനെ പോയി അവൻ അപ്പുറത്തെ റൂമിലൊക്കെ കയറി കറങ്ങിയൊക്കെ വന്നു. അങ്ങനെ ടോപ്പ് ജി പറഞ്ഞു, ഓ ഇവന് പറ്റുമെങ്കിൽ നമുക്കും പറ്റും. അങ്ങനെ ടോപ്പ് ജിയും കൂടെ അങ്ങനെ ചെയ്യാൻ നോക്കി, പക്ഷേ നടന്നില്ല. കാരണം മിസ്റ്റർ റൊമാൻസിന് ഭയങ്കര സ്കില്ലാണ്. അങ്ങനെ മിസ്റ്റർ റൊമാൻസ് പറഞ്ഞ ഇത് ചെയ്യണ്ട, നമുക്ക് മറ്റേ പ്ലാൻ തന്നെ വീണ്ടും ഇത് ചെയ്യാം. അങ്ങനെ ഞാനും മിസ്റ്റർ റൊമാൻസും റൂമിൽ നിന്ന് വെളിയിറങ്ങി. ഞാൻ ടോപ്പ് ഫ്ലോർ ഗാർഡ് ചെയ്യാണ്, ഞാൻ സെക്കൻഡ് ഫ്ലോർ നോക്കുന്നുണ്ട്. മിസ്റ്റർ റൊമാൻസ് ആണെങ്കിൽ അതിൻ്റെ നടുക്കൂടെ നടക്കുക. ഇവൻ ആരെങ്കിലും ഡോർ തുറന്നാൽ ഇവനെ നല്ലോണം കാണും. എന്നിട്ട് ഇവൻ വല്ല കള്ളനാണെന്ന് വല്ലതും വിചാരിച്ച് അവനെ കെട്ടിയിട്ട് നമ്മൾ പിന്നെ ഞാനും ടോപ്പ് ജിയും കൂടെ ഇറങ്ങി ഓടണം. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ താഴെ ആണെങ്കിൽ ഫുള്ള് ലോക്ക്ഡാണ്. പിന്നെ അങ്ങനെ എന്താണ് കുറച്ച് കഴിഞ്ഞപ്പം ടോപ്പ് ജി എന്താണ് അവളെ ഇറക്കി റൂമിൽ കൊണ്ടുപോയി. അവിടെ ആരെയോ കഴിഞ്ഞ് അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി കോറിഡോറിൻ്റെയും ആ 2 റൂമിൻ്റെയും നടുക്കെത്തിയപ്പോഴാണ് എൻ്റെ ഗേൾഫ്രണ്ട് പറയുന്നത്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇറക്കുന്നത് തിരിച്ച്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇറങ്ങി കോറിഡോറിൻ്റെ നടുക്കെത്തിയപ്പം ഗേൾഫ്രണ്ട് പറയുകയാണ്, അയ്യോ ഞാൻ എൻ്റെ ഫോൺ റൂമിൽ വെച്ച് മറന്നു പോയെന്ന്. അങ്ങനെ ടോപ്പ് ജി ഇവളെ നടുക്കാക്കിയിട്ട് എവന്തോ പോയി ആ ഫോൺ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ വീണ്ടും ഡോറിൻ്റെ അവിടെ സൊള്ളിക്കൊണ്ടിരിക്കുക. അപ്പോഴാണെങ്കിൽ മിസ്റ്റർ റൊമാൻസ് ഇവരെ എന്നെയും കൂടെ കടത്തി വിട്ടു എന്നൊക്കെ പറഞ്ഞ് മിസ്റ്റർ റൊമാൻസിൽ ഒന്നും സഹിച്ചില്ല. പെട്ടെന്ന് റൂമിൽ കയറാൻ എന്തോ പറഞ്ഞ് ഭയങ്കര ശബ്ദം. എല്ലാവരും ഉറക്കം ഉണങ്ങിച്ചാണ്. പിന്നെ ഈ സീൻ നടക്കുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ ഫുഡ് അടിക്കണമെന്നും പറഞ്ഞ് ഒരു ഷവർമ സ്പോട്ടിൽ പോകാൻ വേണ്ടി പോവുക. അങ്ങനെ നമ്മൾ കടയുടെ പേര് പറയാൻ പറഞ്ഞപ്പം നമ്മൾ ഫോണിൽ നോക്കിയപ്പോൾ നമ്മുടെ മിസ്റ്റർ റൊമാൻസ് പറഞ്ഞ് ഒരു നല്ല കടയുണ്ട് കൊക്കെയിൻ. അപ്പം നമ്മൾ വിളിച്ച് അതൊന്നും പറ്റത്തില്ല, അങ്ങനെ ഇതൊന്നും എൻ്റെ വീഡിയോയിൽ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല നല്ലൊരു കടയാണ്, COCCANE അങ്ങനെയാണ് ആ കടയുടെ പേര്. അങ്ങനെ എന്തോ അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ വെറൈറ്റി പേരായിരിക്കും, ന്യൂ ജനറേഷൻ പിള്ളേരുടെയൊക്കെ ആയതുകൊണ്ട് ഇത്തിരി വൈബ് കാണും. അങ്ങനെ നമ്മളവിടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായ ആ കടയുടെ പേരും ആ കടയും ലിറ്ററലി ഒരേ സെയിം വൈബാണ്. കാരണം അവിടെ ഫുഡ് ഉണ്ടാകാൻ അടിക്കുന്ന ഷെഫ് വരെ എന്തോ ഡ്രഗ് അടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇവന്മാരത്ത് നമ്മൾ ഷവർമ പറഞ്ഞു, 3 ഷവർമയും ഫ്രൈസാണ് എന്തോ ഓർഡർ ചെയ്തു. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് വെയിറ്റർ മാസ്റ്റർ പീസ് ഷവർമയായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ച് പ്ലേറ്റ് കൊണ്ടുവച്ചപ്പോഴേ ഒരു മൂഞ്ചി നാറ്റം. അത് ഇപ്പോഴും എൻ്റെ ഇതിലടിച്ച് എനിക്ക് ഇപ്പോഴും അറപ്പ് വരും. പക്ഷെ എന്തോ ടോപ്പ് ജി പകൽക്കുറിന്ന് വരുന്നതുകൊണ്ട് ടോപ്പ് ജി ആ ഷവർമ തിന്നു തീർത്ത് ഞാനും മിസ്റ്റർ റൊമാൻസും മയില് എന്ത് പറിച്ച ദോസോടാ ഇത്. ഒന്നും നമുക്കായിട്ട് നല്ലതായിട്ട് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാനും മിസ്റ്റർ റൊമാൻസും കൂടെ എന്തായാലും നമ്മൾ ഭക്ഷണത്തെ നിന്ദിച്ചുകൂടാ എന്നും പറഞ്ഞ് കഴിക്കാൻ വേണ്ടി കൂറ സാധനം. അങ്ങനെ ഞാനും റൊമാൻസും മയില് ഊമ്പിയ കൊക്കയും കടപ്പാറി അങ്ങനെ എന്തോ വിചാരിച്ച് ഞാനും മിസ്റ്റർ റൊമാൻസും പിന്നെ കഴിച്ചില്ല. നമ്മളത് അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ പറയുന്നത് ചെറുതായിട്ട് അവർക്ക് കേൾക്കണമല്ലോ, എന്നാലും ഇവന്മാർ നന്നാവുള്ളൂ. അങ്ങനെ നമ്മുടെ ടോപ്പ് ജി മാത്രം എന്തോ കഴിച്ചിട്ട് പൈസയും കൊടുത്ത് നമ്മൾ ഇറങ്ങി. അങ്ങനെ തിരിച്ച് കാറിൽ കയറാൻ നേരത്താണെങ്കിൽ മിസ്റ്റർ റൊമാൻസിൻ്റെ കോൾ വന്നു. അവൻ്റെ ഗേൾഫ്രണ്ട് വിളിച്ചിട്ട് ചോദിക്കണം, നീ എന്താ എൻ്റെ അടുത്ത് പറയാതെ വെളി ഇറങ്ങിപ്പോയാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര നമുക്ക് ടോക്സിക് ആയിട്ട് തോന്നും. പക്ഷെ അതാണ് റിയൽ കെയറിങ്. അങ്ങനെ തിരിച്ച് കാറിൽ കയറാൻ നേരത്താണെങ്കിൽ നമ്മുടെ മിസ്റ്റർ റൊമാൻസിൻ്റെ കോൾ വന്നു. അവൻ്റെ ഗേൾഫ്രണ്ടാണ്. അവൻ്റെ ഗേൾഫ്രണ്ട് വിളിച്ചിട്ട് എവിടെയാ പോയി കിടക്കണ, എന്തോന്നാ എന്നോട് ചോദിക്കാതെ എന്തിനാ ഇറങ്ങിപ്പോയാ. സത്യം പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ലവിങ് കെയറിങ് ഗേൾഫ്രണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ടോക്സിക് എന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനെ മിസ്റ്റർ റൊമാൻസ് വീണ്ടും ഒരു 45 മിനിറ്റ് എടുത്ത് അതായിട്ട് സംസാരിച്ച് തീർക്കാൻ. എന്നിട്ട് നമ്മൾ അവനെ വിളിച്ച പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുക, ഇല്ല നിങ്ങൾ വെക്കോ, ഞാൻ ബാക്കിൽ കൂടെ ഡേവിഡ് ഗോവിൻസ് വിളിച്ച് ഓടി വരാം. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ കഥ. അപ്പോൾ ശരി.